ഇന്ന് നമുക്ക് പേജ് നമ്പർ 169 തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു വൃത്തത്തിന്റെ രണ്ട് തൊടുവരകളും തൊടുന്ന ബിന്ദുക്കളിലൂടെയുള്ള ആരങ്ങളുമാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. തൊടുവരകളുടെ നീളം തുല്യമാണെന്ന് തെളിയിക്കുക. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഈ ഫസ്റ്റ് പാർട്ട് ചെയ്യാം. അപ്പൊ എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? ഒരു സർക്കിൾ ഉണ്ട്, സർക്കിളിൽ സെന്റർ ഉണ്ട്. ഇനി ഇവിടെ നിന്ന് രണ്ട് റേഡിയസ് വരച്ചിട്ടുണ്ട്. ഈ അതേ സെയിം പോയിന്റ്, ഈ റേഡിയസ് വരച്ച ഈ പോയിന്റിലൂടെ പോകുന്ന രണ്ട് ടാൻജൻസും ഉണ്ട്. നമുക്ക് തെളിയിക്കാനുള്ളത് ഈ ടാൻജൻസിന്റെ നീളം തുല്യമാണ്, അതാണ് തെളിയിക്കേണ്ടത്. അതായത് ഇവിടെ നമുക്ക് സെന്ററിന് എന്ത് കൊടുക്കാം? ഒന്ന് കൊടുക്കാം. ഈ പോയിന്റ് ഇതാണ് എ, ഈ പോയിന്റിന് നമുക്ക് ബി എന്ന് കൊടുക്കാം. ഈ ഒരു പോയിന്റ് ഇവിടെ ഉണ്ട്, അതിന് നമുക്ക് സി എന്ന് കൊടുക്കാം. നമുക്ക് തെളിയിക്കാനുള്ളത് ഈ എ സി എന്ന ടാൻജന്റും ബി സി എന്ന ഈ ടാൻജന്റ് എന്താണ്? ഈക്വൽ ആണ്. നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാനുള്ളത്? പ്രൂവ് ദാറ്റ് എ സി ഈക്വൽ ടു ബി സി. ഇതാണ് പ്രൂവ് ചെയ്യാനുള്ളത്. നമുക്ക് എന്തൊക്കെ അറിയാം? ഒ എ ഒ ബി എന്താണെന്ന് അറിയാം, റേഡിയസ് ആണെന്ന് അറിയാം. പിന്നെ നമുക്ക് ഇപ്പൊ ഇനി ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒയും സിയും തമ്മിൽ കണക്ട് ചെയ്തിട്ടൊരു ലൈൻ വരയ്ക്കുക. ഒരു സ്ട്രെയിറ്റ് ലൈൻ കണക്ടിങ് ദ പോയിന്റ്സ് ഒ ആൻഡ് സി. അപ്പോൾ ഇവിടെ ഒ സി എന്ന് കിട്ടി. ഇപ്പോൾ ഇതെന്തായി? ഇത് രണ്ട് ട്രയാങ്കിൾസ് ആയി കിട്ടി അല്ലെ? ട്രയാങ്കിൾ ഒ എ സി, അടുത്ത ട്രയാങ്കിൾ ഏതാ? ഒ ബി സി. ഇനി നമുക്ക് ഈ ട്രയാങ്കിളിന്റെ ആംഗിൾസിനെ പറ്റി നോക്കാം. ഈ ആംഗിൾ നമുക്കറിയാലോ, ഈ പോയിന്റിൽ ഇതെന്താണ്? ഒ എ എന്ന് പറയുന്ന റേഡിയസ് ആണ്. ഇനി ഇതേ പോയിന്റിലൂടെയുള്ള ടാൻജന്റ് ആണ് എ സി. അപ്പൊ ഈ റേഡിയസും ഈ ടാൻജന്റും തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ? ഇതെന്താണ്? പെർപെൻഡിക്കുലർ ആണ്. അല്ലെങ്കിൽ ഇവിടുത്തെ ആംഗിൾ എന്താണ്? 90 ഡിഗ്രി 90 ഡിഗ്രി ആംഗിൾ ആയിരിക്കും. മനസ്സിലായ? അതായത് ഈ റേഡിയസും ഈ റേഡിയസിന്റെ അതേ പോയിന്റിലൂടെയുള്ള ഈ ടാൻജന്റും തമ്മിൽ എങ്ങനെയാ? പെർപെൻഡിക്കുലർ. അപ്പൊ ഇതെന്ത് കിട്ടി? ആംഗിൾ ഒ എ സി 90 ഡിഗ്രി കിട്ടി. ഈ സെയിം കാര്യം ഇവിടെയും നമുക്ക് അപ്ലൈ ചെയ്യാം. ഒ ബി എന്ന റേഡിയസ്, പിന്നെ ബി എന്ന പോയിന്റിലൂടെയുള്ള ടാൻജന്റ് ആണ് ബി സി. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഒ ബി സി, ഈ ബി എന്ന ഈ ആംഗിൾ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലെ? ഇപ്പൊ നമുക്ക് ഈ രണ്ട് ട്രയാങ്കിളിനും ഓരോ ആംഗിള് 90 ഡിഗ്രി ആയിട്ട് കിട്ടി. അതായത് ഈ രണ്ട് ട്രയാങ്കിൾ എന്തായി? റൈറ്റ് ട്രയാങ്കിൾ ആയി മാറി. ഇനി റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ നമുക്ക് എന്ത് തിയറം ഓർമ്മ വരണം? പൈത്തഗോറസ് തിയറം ഓർമ്മ വരണം. അപ്പൊ അതുവരെ നമുക്കൊന്ന് എഴുതാം. ആദ്യം തന്നെ നമുക്ക് ഇൻ ട്രയാങ്കിൾ ഒ എ സി, ഈ ട്രയാങ്കിൾ എടുക്കാം. ഇതിൽ നമുക്ക് എന്തൊക്കെ അറിയാം? ഒ എ എന്ന് പറയുന്നത് എന്താണ്? 6. ഇവിടെ ആദ്യം തന്നെ എഴുതാ, ലെറ്റ് ആർ ബി ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. അങ്ങനെയാണെങ്കിൽ ഒ എ എന്തായി? 6 ആയി മാറി. ഇനി നമുക്ക് എന്തറിയാ? ഈ ആംഗിൾ അറിയാം അല്ലെ? അതായത് ആംഗിൾ ഒ എ സി എത്രയാ? ഈ എ എന്ന് പറഞ്ഞ ആംഗിള് 90 ഡിഗ്രി. റീസണോടെ എഴുതി വെക്കണം. റേഡിയസും അതേ പോയിന്റിലൂടെയുള്ള തൊടുവരയും തമ്മിൽ എന്താണ്? ലംബമായിരിക്കും. അല്ലെങ്കിൽ ഇത് ടാൻജന്റും ഇതും പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇനി നമുക്ക് അപ്പൊ ഇതിന്ന് 90 ഡിഗ്രി കിട്ടി. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ട്രയാങ്കിൾ ഒ എ സി ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ. ഇതൊരു മട്ടത്രികോണമാണ്. അങ്ങനെ എഴുതിക്കൂടെ? ഇതൊരു മട്ടത്രികോണമാണെന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ പൈതഗോറസ് തിയറം വെച്ചിട്ട് നമുക്കിവിടെ കാണിക്കേണ്ടത് എന്താണ്? എ സി ഈക്വൽ ടു ബി സി. അപ്പൊ എ സിയുടെ നീളവും ബി സിയുടെ നീളവുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ പൈതഗോറസ് തിയറം വെച്ചിട്ട് ഇതില് ഈ ട്രയാങ്കിളില് ഏതാണ് ഹൈപ്പോട്ടിന്യൂസ്? എവിടെയാണോ 90 ഡിഗ്രി അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എപ്പോഴും ഹൈപ്പോട്ടിന്യൂസ്. ഏതൊരു റൈറ്റ് ട്രയാങ്കിൾ എടുത്താലും
90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയ ഈ ഭാഗമായിരിക്കും എന്ത്, ഹൈപ്പോട്ടിന്യൂസ്. അപ്പൊ ഇവിടത്തെ ഹൈപ്പോട്ടിന്യൂസ് ഏതാ, ഈ ഒ സി എന്നീ ലൈനാണ് അല്ലെ, ഇതാണ് ഇതിന്റെ ഹൈപ്പോട്ടിന്യൂസ്. സെയിം തന്നെയല്ലേ ഈ ട്രയാങ്കിളിനും, ട്രയാങ്കിൾ ഒ ബി സിയുടെയും ഹൈപ്പോട്ടിന്യൂസ് ഏതാണ്, ആംഗിൾ ബിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒ സി എന്ന ഈ സൈഡ് തന്നെയാണ് ഹൈപ്പോട്ടിന്യൂസ് ആയിട്ട് വരുന്നത്. അപ്പൊ ഹൈപ്പോട്ടിന്യൂസ് കിട്ടി. നമുക്ക് വേണ്ടത് എന്താണ്, എ സിയുടെ നീളാണ് വേണ്ടത്. അപ്പോ ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. നമുക്ക് ഇവിടെ വേണ്ടത് എന്താ, ഓൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ ആണ്. അപ്പൊ നമ്മൾ അത് എങ്ങനെ കണ്ടുപിടിക്കും, ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാം, എ സി സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടിന്യൂസ് ഇവിടെ ഏതാ, ഒ സി സ്ക്വയർ മൈനസ് ബേസ് ഏതാ, ഒ എ. അപ്പൊ ഒ എ സ്ക്വയർ. ഇനി ഇവിടെ ഒ എക്ക് പകരം നമുക്ക് എന്തെടുക്കാം, സോറി, ഒ സി സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. ഒ എന്ന് പറയുന്നത് എന്താ, റേഡിയസ് ആണ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എ സി എന്തായിട്ട് കിട്ടി, റൂട്ട് ഓഫ് ഒ സി സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. എ സിയുടെ ലെങ്ത് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അടുത്ത ട്രയാങ്കിൾ എടുക്കാം. ട്രയാങ്കിൾ ഏതാണ്, ഒ ബി സി. ഇൻ ട്രയാങ്കിൾ ഒ ബി സി ഇതുപോലെ തന്നെ നമുക്ക് എഴുതാം. ഒ ബി എന്താണ്, റേഡിയസ് ആണ്. ഇനി ആംഗിൾ ഒ ബി സി എന്താണ്, ഒ ബി സി എന്താ, 90 ഡിഗ്രി ആണ്. ഇതിന്റെ ഒക്കെ റീസൺ എഴുതണം എക്സാമിന്. ഇനി അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി, ട്രയാങ്കിൾ ഒ ബി സി ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ, ഒരു മട്ട ത്രികോണമാണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ബി സി സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ടിന്യൂസ് സ്ക്വയർ ഏതാ, ഒ സി സ്ക്വയർ മൈനസ് ബേസ് സ്ക്വയർ ഒ ബി സ്ക്വയർ. ഇവിടെ ഒ ബിക്ക് പകരം എന്ത് എഴുതാം നമുക്ക്, ഒ ബി എന്താണ് ഇവിടെ, റേഡിയസ് ആണ് നമ്മുടെ. അപ്പൊ ഇവിടെ ഒ സി സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. അപ്പൊ ഇവിടെ ബി സി എന്താ കിട്ടി, റൂട്ട് ഓഫ് ഒ സി സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ. ഇവിടെ എ സി ഈക്വൽ ടു ഇതിന് ഇക്വേഷൻ 1 കൊടുക്കാം. ബി സി ഈക്വൽ ടു ഇതിന് ഇക്വേഷൻ 2 കൊടുക്കാം. അപ്പൊ കമ്പയറിങ് ഇക്വേഷൻ 1 and 2, ഇതിൽ രണ്ടിലും എന്ത് സെയിം ആണ്, ആർ എച്ച് എസ് സെയിം ആണ്. അതായത് റൈറ്റ് ഹാൻഡ് സൈഡ് സെയിം ആണ്. വലത്തുവശത്തെ ഈക്വൽ ടുവിന്റെ വലത്തുവശം സെയിം ആണെങ്കിൽ ഇടത്തുവശം എന്തായിരിക്കും, സെയിം തന്നെ ആയിരിക്കും. അപ്പൊ ഇവിടെ ഒ സി സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ ആണ് എ സി, ബി സിയും സെയിം തന്നെ. അതിന്റെ അർത്ഥം എന്താണ്, അപ്പൊ ഇങ്ങനെ എഴുതണം, കമ്പയറിങ് 1 and 2 the RHS are same, hence the LHS are same, so we get AC equal to BC. എന്ത് തെളിയിച്ചു, നമുക്ക് തെളിയിക്കാനുള്ളത് എന്തായിരുന്നു, prove that AC equal to BC. അതായത് ഈ ടാൻജന്റുകൾ തമ്മിൽ എന്താണ്, ഈക്വൽ ആണെന്നാണ് തെളിയിക്കാൻ ഉണ്ടായത്. ഇനി നെക്സ്റ്റ് പാർട്ട് നോക്കാം. വൃത്തകേന്ദ്രവും തൊടുവരകൾ ചേരുന്ന ബിന്ദുവും യോജിപ്പിക്കുന്ന വര ആരങ്ങൾക്കിടയിലെ കോണിന്റെ സമഭാജിയാണെന്ന് തെളിയിക്കുക. എന്താ ഈ പറഞ്ഞിരിക്കണേ, അതായത് നമ്മൾ നേരത്തെ വരച്ചൊരു വര, അതിനെയാണ് എന്ത് ഈ പറഞ്ഞ വൃത്തകേന്ദ്രവും തൊടുവരകൾ തൊടുവരകൾ ചേരുന്ന ബിന്ദുവും. അപ്പൊ വൃത്തകേന്ദ്രം ഏതാ, ഓ. പിന്നെ തൊടുവരകൾ അതായത് ടാൻജൻസ് കൂടിച്ചേരുന്ന പോയിന്റ് ഏതാ, സി. അതായത് ഒ സി എന്ന ഈ വര, ഈ ലൈൻ ആരങ്ങൾക്കിടയിലെ ആരങ്ങൾക്കിടയിലെ കോൺ എന്ന് പറഞ്ഞാൽ എന്താ, റേഡിയസിന്റെ ഇടയിലുള്ള ആംഗിള്. അതായത് ഈ ആംഗിൾ ഓയിനെ എന്ത് ചെയ്യണ്, ബൈസെക്ട് ചെയ്യാന്ന് പ്രൂവ് ചെയ്യണം. മനസ്സിലായോ? അതായത് ഈ ഒ സി എന്ന ലൈൻ ആംഗിൾ ഓയിനെ ബൈസെക്ട് ചെയ്യാണ്. ബൈസെക്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്, ഈക്വലി ഡിവൈഡ് ചെയ്യാണ്. അപ്പൊ ഈ മൊത്തം ഒരു 140 ഉണ്ടെങ്കിൽ ഇത് 70 ആക്കിയിട്ട് മാറ്റാണ് ഈ ഒ സി എന്ന ലൈൻ എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. മനസ്സിലായല്ലോ? വൃത്തകേന്ദ്രവും ടാൻജൻസ് ജോയിൻ ചെയ്യുന്ന പോയിന്റും തമ്മിലുള്ള ലൈൻ, അത് എന്തിനെ ബൈസെക്ട് ചെയ്യണ്, റേഡിയൈ തമ്മിലുള്ള ആംഗിള്, അതായത് ആംഗിൾ ഒ, അതിനെ ബൈസെക്ട് ചെയ്യണമെന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. ഇത് തെളിയിക്കാൻ നമ്മൾ നേരത്തെ തെളിയിച്ച കാര്യങ്ങളൊക്കെ വീണ്ടും എടുക്കണം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് നോക്കാം. ഇവിടെ ഒ എ എന്താണ്, ആറാണ്, റേഡിയസ് ആണ്. ഒ ബിയും എന്ത് തന്നെയാണ്, റേഡിയസ് ആണ്. അപ്പൊ ഒ എ ഒ ബി എന്തായി കിട്ടി, റേഡിയസ് ആയിട്ട് കിട്ടി.
ഇനി അടുത്തത് നോക്കിയേ, എ സി എന്ന് പറയുന്നത് എന്തിന് ഈക്വലാ? ബി സിക്ക് ഈക്വലാ. അത് നമ്മളിപ്പോ തന്നെ പ്രൂവ് ചെയ്തു. എ സി ഈക്വൽ ടു ബി സി. അപ്പോ ഇപ്പൊ ഈ രണ്ട് ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ട്രയാങ്കിൾ ഒ എ സിയിലെ ഒ എ എന്ന സൈഡ് ട്രയാങ്കിൾ ഒ ബി സിയിലെ ഒ ബി എന്ന സൈഡിനോട് ഈക്വൽ ആണ് അല്ലെ? രണ്ടും റേഡിയസ് ആണ്. ഇനി അടുത്തത് ട്രയാങ്കിൾ ഒ എ സിയിലെ എ സി എന്ന ഈ സൈഡ് ട്രയാങ്കിൾ ഒ ബി സിയിലെ ബി സി എന്ന സൈഡിനോട് ഈക്വൽ ആണ്, അതും ഈക്വൽ ആണ്. ഇനി അടുത്ത മൂന്നാമത്തെ സൈഡ് ഏതാ? ഒ സി. അത് രണ്ടിനും എന്താണ്? ഒ സി എന്ന് പറയുന്നത് രണ്ടും എന്താ? കോമൺ ആണ്. ഒ സി കോമൺ സൈഡ് ആണ് ഫോർ ബോത്ത് ദ ട്രയാങ്കിൾസ്. അപ്പൊ ഇത് കോമൺ ആയി. അതായത് ഈ രണ്ട് ട്രയാങ്കിൾസിന്റെ മൂന്ന് സൈഡുകളും ഈക്വൽ ആണ്. അതിന്റെ അർത്ഥം എന്താണ്? എസ് 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 കോൺഗ്രുവൻസി. അതായത് ഒരു ട്രയാങ്കിളിന്റെ മൂന്ന് സൈഡുകൾ ഈക്വൽ ആണ് മറ്റൊരു ട്രയാങ്കിളിന്റെ മൂന്ന് സൈഡുകളോട് എന്നുണ്ടെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിളും എന്തായിരിക്കും? ഈക്വൽ ട്രയാങ്കിൾസ് ആയിരിക്കും. അപ്പോ ഇതിനെ ട്രയാങ്കിൾ ഒ എ സിനെ ആൻഡ് ട്രയാങ്കിൾ ഒ ബി സി എന്തെന്ന് വിളിക്കാം? ആർ ഈക്വൽ ട്രയാങ്കിൾസ് അല്ലെ? എങ്ങനെയാ നമുക്ക് കിട്ടിയത്? ഇതിന്റെ മൂന്ന് വശങ്ങളും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്തപ്പോ എല്ലാം ഈക്വൽ ആണെന്ന് കിട്ടി. അതുകൊണ്ട് അത് ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? വശങ്ങളും തുല്യമായിരിക്കും, പിന്നെ റെസ്പെക്റ്റീവ് ആംഗിൾസും തുല്യമായിരിക്കും. അതായത് ഇവിടത്തെ ഈ ആംഗിൾ എന്താണ്? ഇത് 90 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം അല്ലെ? ഇത് 90 ഡിഗ്രി ആണ്. ഇതും എന്താണ്? 90 ഡിഗ്രി ആണ്. അതുപോലെ ഈ ആംഗിൾ എത്രയാവും? അത്രയും തന്നെയായിരിക്കും ഈ ആംഗിളും. ഇനി അതേപോലെ തന്നെ ഈ ആംഗിൾ എത്രയാണ്? അത് തന്നെയായിരിക്കും ഈ ആംഗിളും അല്ലെ? അപ്പോ അതിന്റെ അർത്ഥം എന്താണ്? റെസ്പെക്റ്റീവ് ആംഗിൾസ് ആർ, അപ്പൊ ഇങ്ങനെ എഴുതണം, ദ റെസ്പെക്റ്റീവ് ആംഗിൾസ് ഷുഡ് ബി ഈക്വൽ. ഇവിടെ നമുക്ക് എ സി ബി സിയും ഈക്വൽ ആണെന്ന് നമുക്കറിയാം. വി നോ എ സി ഈക്വൽ ടു ബി സി. അങ്ങനെയാണെങ്കിൽ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. പഠിച്ചു വെക്കുക, ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിള് ഈക്വൽ ആയിരിക്കും. അതായത് ഇപ്പോ ഇവിടെ രണ്ട് ട്രയാങ്കിൾ വരച്ചു. അപ്പൊ ഇതിലെ ഇത് ഈക്വൽ ആണ്, ഈ സൈഡും ഈക്വൽ ആണ്, ഇത് സൈഡും ഈ സൈഡും ഈക്വൽ ആണെങ്കിൽ ആംഗിൾസ് ഏതൊക്കെയായിരിക്കും ഈക്വൽ ആയിട്ട് വരാം? ഈ സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള ഈ ആംഗിളും ആ സെയിം സൈഡ് ഇവിടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ആംഗിളും ആയിരിക്കും എന്ത്? ഈക്വൽ ആംഗിൾസ് ആയിട്ട് വരാം. അതുപോലെ ഈ സൈഡിന് ഓപ്പോസിറ്റ്, ഈ സൈഡിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാ? ഇത്. അതുപോലെ ഈ സൈഡിന് ഓപ്പോസിറ്റ് ഏതാ? ഇത്. അപ്പൊ ഇതായിരിക്കും എന്ത്? ഈക്വൽ ആംഗിൾസ്. അതുപോലെ തന്നെ ഈ സൈഡിന് ഓപ്പോസിറ്റ് ഇത്, ഈ സൈഡിന് ഓപ്പോസിറ്റ് ഇത്. അപ്പൊ ഇത് രണ്ടും ഈക്വൽ. മനസ്സിലായോ? അപ്പൊ അതുപോലെ ഇവിടെ എ സി ഈക്വൽ ടു ബി സി ആണെങ്കിൽ എ സിയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഏതാ? ആംഗിൾ എ ഒ സിയും ബി സിയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഏതാ? ആംഗിൾ ബി ഒ സിയും ഈക്വൽ ആയിരിക്കും. അപ്പൊ എ സി ഈക്വൽ ടു ബി സി ആയതുകൊണ്ട് ഈക്വൽ ആംഗിൾസ് ഏതായിരിക്കും? ആംഗിൾ എ ഒ സി ഷുഡ് ബി ഈക്വൽ ടു ആംഗിൾ ബി ഒ സി. ഇതാണ് നമുക്ക് തെളിയിക്കാനുള്ളത്. എന്താണ്? ഈ ഒ സി എന്ന ഈ ലൈൻ ഒ എന്ന ആംഗിളിനെ ബൈസെക്ട് ചെയ്യുന്നു. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഒ സി എന്ന ലൈൻ ഒയിനെ പകുതി പകുതിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ആംഗിളിനെ കിട്ടിയില്ലോ. ഇപ്പൊ നമ്മൾ എന്താ ചെയ്തത്? നമ്മളൊന്നും ചെയ്തില്ല. നമ്മൾ ഈ രണ്ട് ട്രയാങ്കിൾ എടുത്തിട്ട് ഇതിനെ എന്തെന്ന് പറഞ്ഞു? ഈക്വൽ ട്രയാങ്കിൾ ആണ് ഫസ്റ്റ് തന്നെ പ്രൂവ് ചെയ്തു. ഈക്വൽ ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ എളുപ്പമായിരുന്നു. ഇത് രണ്ടും റേഡിയസ് ആണ്, അതുകൊണ്ട് ഈ രണ്ട് സൈഡ് ഈക്വൽ ആണ്. ഈ രണ്ട് സൈഡ് ഈക്വൽ ആണെന്ന് നമ്മൾ നേരത്തെ തെളിയിച്ചു. ഈ സൈഡ് കോമൺ ആയതുകൊണ്ട് അത് ഓൾറെഡി ഈക്വൽ ആണ്. അപ്പൊ മൂന്ന് സൈഡ് ഈക്വൽ ആണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ഈക്വൽ ട്രയാങ്കിൾസിന്റെ അർത്ഥം എന്താണ്? അതിന്റെ റെസ്പെക്റ്റീവ് ആംഗിൾസും റെസ്പെക്റ്റീവ് സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഈ സൈഡ് ഇവിടുത്തെ ഈക്വൽ ആണെങ്കിൽ ഈ സൈഡ് ഈക്വൽ ആണ്. അങ്ങനെയാണ് ഈ സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? ഒയിനെ
ഇത് ബൈസെക്ട് ചെയ്യണമെന്ന് കിട്ടി. ഇനി ലാസ്റ്റ് പാർട്ട്. ഈ വര തൊടുന്ന ബിന്ദുക്കൾ യോജിപ്പിക്കുന്ന ഞാണിന്റെ ലംബ സമഭാജിയാണെന്ന് തെളിയിക്കുക. ഏത് വര? ഈ വര. ഈ ഒ സി എന്ന ഈ ലൈൻ തൊടുന്ന ബിന്ദുക്കൾ, അതായത് അതാ ഈ ടാൻജന്റ് ഏത് പോയിന്റിൽ നിന്നാണോ വരുന്നത് ആ പോയിന്റ്, അതാണ് ഈ തൊടുന്ന ബിന്ദുക്കൾ. ഇവ തമ്മിൽ യോജിപ്പിക്കുന്ന വര. ഇവ തമ്മിൽ യോജിപ്പിച്ചിട്ട് ഒരു വര വരയ്ക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഒരു ഞാൻ അല്ലെങ്കിൽ ഒരു കോഡ് കിട്ടും. ഈ കോഡിന്റെ ലംബ സമഭാജി എന്ന് പറയുമ്പോൾ രണ്ട് ഇതുണ്ട്. ഒന്ന്, അത് ഈ വരയും ആ ഞാണും തമ്മിൽ പെർപെൻഡിക്കുലർ ആണെന്നും കാണിക്കണം. പിന്നെ ഈ വര ആ ഞാണിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടെന്നും കാണിക്കണം. അതായത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ എ എന്ന പോയിന്റും ബി എന്ന പോയിന്റും, ഇതാണ് എന്ത്? ഈ തൊടുന്ന ബിന്ദുക്കൾ എന്ന് പറയുന്നത്. അവ തമ്മിൽ നമ്മൾ എന്ത് ചെയ്യണം? യോജിപ്പിക്കണം. യോജിപ്പിച്ചിട്ട് നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. അപ്പൊ എന്ത് കിട്ടി? ഒരു എ ബി എന്നൊരു കോഡ് കിട്ടി. കോഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ എന്ന് പറഞ്ഞാൽ വൃത്തത്തിന്റെ ഏതെങ്കിലും രണ്ട് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്? ഞാൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ എ എന്ന പോയിന്റും ബി എന്ന പോയിന്റും കൂടി ജോയിൻ ചെയ്ത് നമുക്ക് കോഡ് എ ബി കിട്ടി. ഈ കോഡ് എ ബിനെ ഈ ഒ സി എന്ന ഈ ലൈൻ എങ്ങനെ വരുന്നു? പെർപെൻഡിക്കുലർ ആണ്. അതായത് ഈ ആംഗിൾ എല്ലാം എന്താണ്? 90 ഡിഗ്രി ആണെന്ന് കാണിക്കണം. അതിന്റെ കൂടെ തന്നെ നമുക്ക് എന്തും കാണിക്കണം? ഇവിടെ നമുക്ക് ഡി എന്ന് പേര് കൊടുക്കാം. ഈ എ ഡിയും ഈക്വൽ ടു ബി ഡി സമഭാഗം ചെയ്യാണ്. ഈ ലൈൻ ഇതിനെ കറക്റ്റ് ഈക്വൽ ആയിട്ട് മുറിക്കുകയാണ്. എ ബി എന്ന ലൈനിനെ ഒ സി എന്ന ലൈൻ ഈക്വൽ ആയിട്ട് മുറിക്കുകയാണെന്നാണ് കാണിക്കേണ്ടത്. അതായത് എ ഡി ഈക്വൽ ടു ബി ഡി എന്ന് കാണിക്കണം. അപ്പൊ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒ സി എന്നുള്ളത് എന്താണ്? പെർപെൻഡിക്കുലർ ടു എ ഡിയും, പിന്നെ കാണിക്കേണ്ടത് എന്താ? എ ബി, പിന്നെ കാണിക്കേണ്ടത് എ ഡി ഈക്വൽ ടു ബി ഡി. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ രണ്ട് ട്രയാങ്കിൾ കാണാൻ പറ്റൂലേ? ഇവിടെ നമുക്ക് അടുത്ത രണ്ട് ട്രയാങ്കിൾ കിട്ടി. എ ഒ ഡി എന്ന ട്രയാങ്കിളും ബി ഒ ഡി എന്ന ട്രയാങ്കിളും. കണ്ടാ? ഇത് രണ്ടും എന്ത്? എ ഒ ഡിയും ബി ഒ ഡിയും കിട്ടി. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ട്രയാങ്കിളിൽ നിന്ന് എന്തൊക്കെ എഴുതാൻ പറ്റും? ട്രയാങ്കിൾ ഏതൊക്കെയാ? എ ഒ ഡിയും, കൺസിഡർ ദ ട്രയാങ്കിൾസ് എ ഒ ഡി ആൻഡ് ട്രയാങ്കിൾ ബി ഒ ഡിയില് ഒ എ എന്താണ്? ഈക്വൽ ടു ഒ ബി ഈക്വൽ ടു എന്താ? ആർ, റേഡിയസ് ആണ്. ഇനി അടുത്തത് നമുക്ക് ഇവിടെ ഈ ലൈൻ ഈ സൈഡ് രണ്ടിനും കോമൺ ആണ് അല്ലെ? അപ്പൊ ഒ ഡി ഈക്വൽ ടു ഒ ഡി. എന്താ റീസൺ? കോമൺ സൈഡ് ഫോർ ബോത്ത് ദ ട്രയാങ്കിൾസ്. ഇനി ഏതാ നമുക്ക് കോമൺ ആണെന്നറിയാം. ഇപ്പൊ തന്നെ നമ്മൾ തെളിയിച്ചു. ഈ ആംഗിൾ എ ഒ ഡിയും അല്ലെ, ആംഗിൾ എ ഒ സി. അപ്പൊ നമുക്ക് അറിയാം, വി നോ ആംഗിൾ എ ഒ സി ഈക്വൽ ടു ആംഗിൾ ബി ഒ സി എന്ന്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എ ഒ സി ഇത്രയും നീളമുള്ള ഈ ഒരു ആംഗിൾ ഈക്വൽ ടു ബി ഒ സി ആണെങ്കിൽ ആംഗിൾ എ ഒ ഡിയും ആംഗിൾ ബി ഒ ഡിയും എന്ത് തന്നെയാ? സെയിം തന്നെയാ അല്ലെ? ആംഗിൾ എ ഒ സി എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. ആംഗിൾ ബി ഒ സി എന്ന് പറയുമ്പോഴും എന്ത്? ഇങ്ങനെ വരും. ഇനി അതിന്റെ ഇവിടം വരെ എടുത്താലും ആംഗിൾ എന്ത് തന്നെയാ? സെയിം തന്നെയാണ്. അപ്പൊ ആംഗിൾ എ ഒ ഡിയും ആംഗിൾ ബി ഒ ഡിയും എന്ത് തന്നെയാ? സെയിം തന്നെയാ. ആംഗിളിന് മാറ്റമൊന്നുമില്ല. അപ്പൊ ആംഗിൾ എ ഒ സി ബി ഒ സി സെയിം ആണെന്ന് നമ്മൾ കഴിഞ്ഞ ഇതിൽ പ്രൂവ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എ ഒ ഡിയും എന്തായിരിക്കും? ബി ഒ ഡിയും സെയിം തന്നെയാ. സെയിം ആംഗിൾ ആയതുകൊണ്ട് സെയിം തന്നെയാണ്. മനസ്സിലായല്ലോ? ഇപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി? രണ്ട് സൈഡുകളും പിന്നെ ഒരു ആംഗിളും ഈക്വൽ ആണ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതിനെ തുല്യ ത്രികോണം ആക്കാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കുന്നത്. രണ്ട് സൈഡും ഏതെങ്കിലും ഒരു ആംഗിൾ ഈക്വൽ ആയാൽ നമുക്ക് തുല്യ ത്രികോണം ആക്കാൻ പറ്റില്ല. രണ്ട് സൈഡുകളും അതിനിടയിലുള്ള ആംഗിളും തുല്യാണെങ്കിലാണ് നമുക്ക് അതിനെ എന്തെന്ന് വിളിക്കാൻ പറ്റുള്ളൂ? ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് വിളിക്കാൻ പറ്റുള്ളൂ. അതായത് ഇപ്പൊ രണ്ട് ട്രയാങ്കിൾ എടുത്തു.
ഈ രണ്ട് സൈഡുകൾ ഈ വേറൊരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡുകളിനോട് ഈക്വൽ ആണ്. പിന്നെ നമുക്ക് കിട്ടി ഈ ആംഗിളും ഈ ആംഗിളും ഈക്വൽ ആണ്. അപ്പൊ ഇതിനെ എന്തെന്ന് വിളിക്കാം? ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് വിളിക്കാം. ഇനി ഈ രണ്ട് സൈഡുകളും ഈക്വൽ ആണ്, പക്ഷെ ഇവിടത്തെ ഏതെങ്കിലും ഒരു ആംഗിൾ ആണ് ഈക്വൽ എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് SAS കോൺഗ്രുവൻസി കിട്ടണമെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡുകളുടെ ഇടയിലുള്ള ആംഗിളും ഈക്വൽ ആയിട്ട് കിട്ടണം. അതാണ് SAS. അപ്പൊ ഇവിടെ നമുക്ക് കറക്റ്റ് അങ്ങനെയാ കിട്ടിയിരിക്കണം. ഇവിടെ നോക്കിയേ, OA എന്ന സൈഡും OD എന്ന സൈഡും ഈക്വൽ ആണ് ഇപ്പൊ നമുക്ക് ഇവിടെ കിട്ടി. OA എന്ന സൈഡ് എന്തിനോട് ഈക്വൽ ആ? OB എന്ന ഈ സൈഡിനോട് ഈക്വൽ ആണ്. OD പിന്നെ ഈ രണ്ടിനും കോമൺ ആയതുകൊണ്ട് അതും ഈക്വൽ ആണ്. അപ്പൊ രണ്ട് ട്രയാങ്കിളിലും ഈ രണ്ട് ഇതും ഈക്വൽ ആണ്. ഇതിന്റെ ഇടയിലുള്ള ആംഗിൾസും ഈക്വൽ ആണ് നമ്മൾ കഴിഞ്ഞതിൽ പ്രൂവ് ചെയ്തു. അങ്ങനെ നമുക്ക് SAS കോൺഗ്രുവൻസി ഇതിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതെന്താണെന്ന് നമുക്ക് മനസ്സിലായി. ട്രയാങ്കിൾ AOD ഈക്വൽ ടു ട്രയാങ്കിൾ BOD എന്ന് കിട്ടി. നമുക്ക് ഇവിടെ എന്താണ് കാണിക്കേണ്ടത്? AD ഈക്വൽ ടു BD എന്ന് കാണിക്കാം അല്ലെ. ട്രയാങ്കിള് AODയും BODയും ഈക്വൽ ട്രയാങ്കിൾ ആണെങ്കിൽ അതിന്റെ റെസ്പെക്റ്റീവ് സൈഡ്സ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ അറിയാം AOD BOD എന്താണ്? ഈക്വൽ ആംഗിൾസ് ആണ്. അപ്പൊ ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡുകളും ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം ആംഗിൾ AOD ഈക്വൽ ടു ആംഗിൾ BOD. അങ്ങനെയാണെങ്കിൽ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഓപ്പോസിറ്റ് ടു ദ ആംഗിൾ AOD, സൈഡ് ഓപ്പോസിറ്റ് ടു ദ ആംഗിൾ BOD അത് ഏതൊക്കെയാ? AD ഈക്വൽ ടു എന്താ? BD എന്ന് നമുക്ക് എഴുതാം. ഇതെങ്ങനെ എഴുതാം? ഇതെന്താണ്? ഈക്വൽ ട്രയാങ്കിൾസ്. ഇതൊക്കെ നിങ്ങൾ നല്ല ഭംഗിയിൽ വിശദീകരിച്ച് നോട്ടിൽ അല്ലെങ്കിൽ എക്സാമിന്റെ ടൈമിലൊക്കെ എഴുതണം. ഇതിപ്പോ ഞാൻ നിങ്ങളെ ജസ്റ്റ് മനസ്സിലാക്കി തരണമെന്നുള്ളൂ. അപ്പൊ AD ഈക്വൽ ടു BD എന്ന് കിട്ടി. അപ്പൊ ഇത് സമഭാജി, അതായത് ഈക്വലി ഡിവൈഡ് ചെയ്യണുണ്ട്. ഏത്? ഈ OC എന്ന ഈ ലൈൻ AB എന്ന ഈ കോഡിനെ AD BD എന്ന് രണ്ട് ഈക്വൽ പാർട്ട് ആക്കണുണ്ട്. അത് കിട്ടിയില്ലോ. അപ്പൊ നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? AD ഈക്വൽ ടു BD പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? OC പെർപെൻഡിക്കുലർ ടു AB എന്ന് പ്രൂവ് ചെയ്യണം. അതും പ്രൂവ് ചെയ്യാനായിട്ട് സിമ്പിൾ ആണ്. ഇവിടെ നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ട്രയാങ്കിൾ AODയും ട്രയാങ്കിൾ BODയും എന്താണ്? ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ട്രയാങ്കിൾ AOD ട്രയാങ്കിൾ BOD ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. പിന്നെ നമുക്കറിയാം AOD ആംഗിള് BOD ആംഗിളും ഈക്വൽ ആണ്. അത് വെച്ചിട്ട് AD ഈക്വൽ ടു BD എന്ന് പ്രൂവ് ചെയ്തു. ആ സെയിം മെത്തേഡ് വെച്ചിട്ട് OA ഈക്വൽ ആണ് OB അല്ലെ. OA ഈക്വൽ ടു OB. അതെന്താ? ഇത് റേഡിയസ് ആയതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പോ ആംഗിൾ ഓപ്പോസിറ്റ് ടു സൈഡ് OA ഏതാണ് ആ ആംഗിള്? OA എന്ന ഈ സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഏതാ? ADO. അതായത് ആംഗിൾ ADO ആണ് ഈ സൈഡ്. ഇനി ആംഗിൾ ഓപ്പോസിറ്റ് സൈഡ് OB ഏതാ? ആംഗിൾ BDO. മനസ്സിലായ? ആംഗിള് ഈ ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ ആംഗിൾ, അതായത് OA എന്ന സൈഡ് എന്താ? റേഡിയസ് ആണ്. OBയും റേഡിയസ് ആണ്. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പൊ ഇതിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പൊ OAക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഏതാ? ഈ ആംഗിള്. OBക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഏതാ? ഈ ആംഗിൾ. അതാണ് ADOയും BDOയും. അപ്പൊ ഇതും എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ ആംഗിൾ ADO ഈക്വൽ ടു എന്തെഴുതാം? ഈക്വൽ ടു ആംഗിൾ BDO എന്ന് എഴുതാം. ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഇത് രണ്ടും ഈക്വൽ ആണ് കിട്ടി. ഈ ആംഗിൾസ് ഈക്വൽ ആണ് കിട്ടി. ഇനി നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് AB എന്ന് പറയുന്നത് എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ ആണ്. AB എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇവിടെ വെച്ചിട്ട് ഇനി എടുത്തു കഴിഞ്ഞാൽ ഇവിടത്തെ ഈ ആംഗിൾ ലീനിയർ പെയർ ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് എത്രയായിരിക്കും? മൊത്തം 180
ഡിഗ്രി ആയിരിക്കും അല്ലേ. അതിപ്പോ ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ എടുത്താലും എങ്ങനെയായിരിക്കും, ഇത് മൊത്തമായിട്ട് എത്ര ഡിഗ്രി ആംഗിൾ ആയിരിക്കും? 180 ഡിഗ്രി. അപ്പൊ ഇവിടെ നമുക്ക് ഈ മൊത്തം ആംഗിൾ 180 ആണ്. ഇത് ADO ഈക്വൽ ടു BDOയും ആണ്. അതായത് ഇത് മൊത്തം 180 ഡിഗ്രി ആണ്. ഇനി ഈ ആംഗിളും എന്താണ്? സെയിം ആണ്. മനസ്സിലായ? ഈ ആംഗിളും സെയിം ആണ്. ഇത് മൊത്തം 180 ആണെങ്കിൽ ഓരോ ആംഗിൾ എത്ര വീതമായിരിക്കും? ഓരോ ആംഗിളും 90 ഡിഗ്രി വീതമായിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടിയത് ആംഗിൾ ADOയും ആംഗിൾ BDOയും ഈക്വൽ ആണ്. ഇനി നമുക്കറിയാം ആംഗിൾ ADO പ്ലസ് ആംഗിൾ BDO എന്തായിരിക്കും? 180 ഡിഗ്രി. എന്താ റീസൺ? ലീനിയർ പെയർ ആണ് അല്ലെ. അപ്പോൾ ഇതിന് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടണം. അപ്പൊ ഇത് രണ്ടും ഈക്വൽ ആണ്. ഇത് ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടണം എന്നുണ്ടെങ്കിൽ ആംഗിൾ ADO ഈക്വൽ ടു ആംഗിൾ BDO ഈക്വൽ ടു എന്താ? 90 ഡിഗ്രി. ഇതെന്താന്ന് കിട്ടി? 90 ഡിഗ്രി ആണെന്ന് കിട്ടി. അപ്പോൾ ഈ ആംഗിൾസ് എന്താന്ന് കിട്ടി? ഇത് നമുക്ക് 90 ഡിഗ്രി ആംഗിൾസ് ആണ് കിട്ടി. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. ആദ്യം നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? ഈ AB എന്ന ലൈനിനെ ഈ OC എന്ന ലൈൻ ഈക്വലി ഡിവൈഡ് ചെയ്യണ്, സമഭാജിയാണെന്ന് തെളിയിച്ചു. ഇത് ലംബാണെന്ന് തെളിയിക്കാൻ OCയും ADയും എന്താണ്? പെർപെൻഡിക്കുലർ ആണ്. എന്തുകൊണ്ട്? ഇവിടത്തെ ഈ ആംഗിൾസ് ഒക്കെ എന്താണ്? 90 ഡിഗ്രി ആണ്. അപ്പൊ ഇതൊക്കെ എത്ര ഡിഗ്രി തന്നെയായിരിക്കും? ഇതെല്ലാം 90 ആംഗിൾസ് ആയിരിക്കും. അങ്ങനെ നമ്മൾ എന്ത് തെളിയിച്ചു? അപ്പൊ OC എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു AB. കാരണം അവിടുത്തെ ആംഗിൾസ് എല്ലാം എന്താ? 90 ഡിഗ്രി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇതൊരു എന്താ വരയ്ക്കാനുള്ളതാണ്. ചിത്രത്തിലെ സമഭുജ സാമാന്തരികത്തിന്റെ വശങ്ങളെല്ലാം വൃത്തത്തിന്റെ തൊടുവരകളാണ്. എന്താ സമഭുജ സാമാന്തരികം? റോംബസ് അല്ലെ. എല്ലാ സൈഡും ഈക്വൽ ആയിട്ടുള്ള പാരലോഗ്രാം ആണ് എന്ത്? റോംബസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഈ സൈഡുകളെല്ലാം എന്താണ്? ഈ ഒരു സർക്കിൾ കൊടുത്തിട്ടുണ്ട്. സർക്കിളിന്റെ ടാൻജന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ സമഭുജ സാമാന്തരിക അല്ലെങ്കിൽ റോംബസിന്റെ സൈഡ്സ് എല്ലാം സർക്കിളിന്റെ ടാൻജൻസ് ആണ്. ഈ ചിത്രം നോട്ട്ബുക്കിൽ വരയ്ക്കുക. ഇതിൽ തന്നിരിക്കുന്ന അളവ് 4 സെന്റിമീറ്റർ. അത് എന്താണ്? ആരല്ല, റേഡിയസ് അല്ല, ഡയമീറ്റർ ആണ്, വ്യാസമാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ എത്ര സെന്റിമീറ്റർ എടുക്കണം? 2 സെന്റിമീറ്റർ എടുത്തിട്ട് സർക്കിള് വരയ്ക്കണം. പിന്നെ ഇവിടെ തന്നിരിക്കുന്നത് ഒരു ആംഗിള് 40 ഡിഗ്രി ആണ്. അപ്പോ ഈ റോംബസിന്റെ ഈ ഓപ്പോസിറ്റ് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇതും എത്ര തന്നെയായിരിക്കും? ഇതും 40 ഡിഗ്രി തന്നെയായിരിക്കും. അപ്പൊ ഇവിടെയും 40 ആണ് മനസ്സിലായി. ഇത് 2 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിൾ ആണ് മനസ്സിലായി. ഇവിടെ നോക്കിയേ, ഇതാണ് നമുക്കിവിടെ തന്നിരിക്കുന്ന ഇത് പിക്ചർ. ഇത് റഫായിട്ട് വരച്ചിരിക്കുന്നതാണ്. ഇവിടെ നമുക്ക് 40 ഡിഗ്രി തന്നിട്ടുണ്ട്. പിന്നെ പറഞ്ഞിട്ടുണ്ട് ഈ സൈഡുകളെല്ലാം ഈ സർക്കിളിന്റെ ടാൻജൻസ് ആണ്. ടാൻജൻസ് എന്ന് പറഞ്ഞാൽ അപ്പോ ഈ സൈഡ് എല്ലാം ഈ സർക്കിളിലെ ഒരു പോയിന്റിൽ എന്ത് ചെയ്യും? ടച്ച് ചെയ്യണുണ്ട് അല്ലെ. അപ്പൊ ഈ സൈഡ് ഇവിടെ ടച്ച് ചെയ്യണ്, ഈ സൈഡ് ഇവിടെയും ടച്ച് ചെയ്യണ്, ഈ ഒരു സൈഡ് ഇവിടെ ടച്ച് ചെയ്യണ്, ഈ ഒരു സൈഡ് ഇവിടെ. അപ്പോ ഈ റോംബസിന്റെ 4 സൈഡ്സ് 4 പോയിന്റ്സിലായിട്ട് ടച്ച് ചെയ്യുന്നുണ്ട് സർക്കിളില്. ഇനി ഈ പോയിന്റ്സിനെല്ലാം ജോയിൻ ചെയ്ത് നമുക്ക് എന്ത് വരയ്ക്കാം? ഒരു ഡയമീറ്റർ വരയ്ക്കാം. ഇപ്പൊ നോക്കിയേ, ഈ പോയിന്റിന് നമുക്ക് ABCD എന്ന് കൊടുത്തു, ഇത് O എന്ന് കൊടുത്തു. OAയും OBയും എന്താണ്? റേഡിയസ് ആണ്. OCയും ODയും എന്ത് തന്നെയാ? റേഡിയസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് റേഡിയസും ഇതിന്റെ ഈ പോയിന്റിലൂടെ പോകുന്ന ഈ ടാൻജന്റും ഈ പോയിന്റിലൂടെ പോകുന്ന ഈ ടാൻജന്റും തമ്മിലുണ്ടാക്കുന്ന ഈ ആംഗിളും ഈ റേഡിയസുകൾ തമ്മിലുള്ള ഈ ആംഗിളും എന്താണ് റിലേഷൻ? സപ്ലിമെന്ററി ആയിരിക്കും. നമ്മൾ പഠിച്ചതാണ് അല്ലെ. റേഡിയസുകൾ ഉള്ള ഉണ്ടാക്കുന്ന ആംഗിളും ടാൻജൻസ് ആ റേഡിയസിന്റെ അതേ പോയിന്റിലൂടെ പോകുന്ന ടാൻജൻസ് ഉണ്ടാക്കുന്ന ഈ ആംഗിളും തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടണം? 180 കിട്ടണം. അതായത് ഈ ആംഗിൾ എത്രയാ? ഇത് 40 ആണെങ്കിൽ ഇത് 140 ഡിഗ്രി ആയാലാണ് ഇത് 140 + 40 180 ആവുള്ളൂ. സെയിം തന്നെ ഇവിടെയും നമുക്ക് എത്രയാണ്? 40 ഡിഗ്രി ആണ്. ഇത്
റോംബസ് ആയതുകൊണ്ട് ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണ്. അപ്പോൾ ഇത് 40 ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? ഈ ആംഗിള് ഇത് 140 ആയിരിക്കും. അപ്പൊ 140 പ്ലസ് 40 180. മനസ്സിലായല്ലോ? ഇനി നമുക്ക് വേണ്ടത് അതല്ല, നമുക്ക് ഈ ആംഗിൾ ആണ് വേണ്ടത്. ഈ ചെറിയ ആംഗിൾ എത്രയാണ്? അപ്പൊ ഇത് 140 ആണ്. ഇത് നോക്കിയേ, ഇവിടെ നിന്ന് തുടങ്ങി ഇതൊരു എന്താ ലീനിയർ പെയർ ആണ്. ഇവിടെ നിന്ന് വരെ 180 ഡിഗ്രി ആണ്. അപ്പൊ ഈ ആംഗിൾ എത്രയാണ്? ഇത് 40 ഡിഗ്രി ആണ് അല്ലെ? അതുപോലെ ഇത് മൊത്തം എന്താ 180 ഡിഗ്രി ആണ്. ഇത് 140 ആണ്. അപ്പൊ ഈ ആംഗിൾ എത്രയാ? 40 ഡിഗ്രി. അപ്പോ ഈ രണ്ട് ഡയഗണൽസ് തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്താന്ന് കിട്ടി? 40 ഡിഗ്രി ആന്ന് കിട്ടി. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ പിക്ചർ വരയ്ക്കാൻ പോണത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് 2 സെന്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിള് വരയ്ക്കാം. അതിനുശേഷം നമുക്ക് ഒരു ഡയമീറ്റർ എവിടെങ്കിലും ഒന്ന് വരയ്ക്കാം. അതിനുശേഷം ഈ ഡയമീറ്ററിന്റെ ഇവിടെ നിന്ന് നമുക്ക് 40 ഡിഗ്രി മാറിയിട്ടാണ് അടുത്ത ഡയമീറ്റർ വേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കിവിടെ 40 ഡിഗ്രി മാറി, ഇതാണ് 40. ഇവിടെ ഒരു പോയിന്റ് ഇടാം. അതുപോലെ തന്നെ ഇങ്ങോട്ട് തിരിച്ചു വെച്ചിട്ട് ഇതുപോലെ തന്നെ ഈ സെന്ററിൽ ഇവിടെ വെക്കുക. അതിനുശേഷം ഇവിടെയും 40 ഡിഗ്രി എടുക്കുക. എപ്പോഴും ഇത് എടുക്കുമ്പോൾ ഡിഗ്രി മെഷർ ചെയ്യുമ്പോൾ ഈ 0 to വേണം മെഷർ ചെയ്യാൻ. 0 എവിടത്തെ എടുക്കണം? ഏത് ഭാഗത്തേക്കാണോ ഈ ലൈൻ, അതായത് നമ്മൾ ഇവിടെ നിന്നാണ് എടുക്കണം. അപ്പൊ ഇവിടത്തെ 0 വെച്ചിട്ട് ഇതാണ് 40 ഡിഗ്രി. അപ്പൊ രണ്ട് 40 ഡിഗ്രികൾ നമുക്ക് കിട്ടി. ഈ രണ്ട് 40 ഡിഗ്രി ഒരേ ലെവലില് ഈ 3 പോയിന്റ്സ്, അതായത് ഇവിടത്തെ ഈ 40യുടെ പോയിന്റ്, ഈ 40യുടെ പോയിന്റ്, പിന്നെ ഈ സെന്റർ, ഈ 3 പോയിന്റ്സും ഒരേ ലെവലിൽ വരണ പോലെ വെച്ചിട്ട് നമുക്ക് എന്ത് വരയ്ക്കാം? ഒരു ഡയമീറ്റർ വരയ്ക്കാം. അപ്പൊ ഈ രണ്ട് ഡയമീറ്റർ തമ്മിലുള്ള വ്യത്യാസം എന്തായി? 40 ആയി. ഇനി ഈ രണ്ട് റേഡിയസ് തമ്മിലുള്ള ആംഗിൾ എത്രയായി? 140. കണ്ട, ഈ രണ്ട് റേഡിയസ് തമ്മിലുള്ള ആംഗിൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് 140 ആംഗിൾ കിട്ടി. ഇനി ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി? 4 പോയിന്റ്സ് കിട്ടി. ഏത് പോയിന്റ്സിലേക്കാണ് ഈ ടാൻജൻസ് വരയ്ക്കേണ്ടത്? ആ 4 പോയിന്റ്സ് കിട്ടി. ഇനി നമുക്ക് ഇവിടെ നിന്ന് 4 പോയിന്റ്സ് വരയ്ക്കാം. പക്ഷെ ഇതിങ്ങനെ നേരെ വെച്ച് ഇങ്ങനെ വരയ്ക്കാൻ പാടില്ല. ആദ്യം തന്നെ നമുക്ക് ഒരു കാര്യം അറിയാം, ഈ റേഡിയസും ഈ പോയിന്റിലൂടെയുള്ള ഈ ടാൻജന്റും തമ്മിൽ എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും അല്ലെ? അതായത് ഇവിടെ നിന്ന് 90 ഡിഗ്രി വേണം ഈ റേഡിയസും ടാൻജന്റും തമ്മിൽ. അപ്പോൾ പ്രൊട്രാക്ടർ എടുക്കാം. കറക്റ്റ് ഈ അറ്റത്ത്, സെന്ററിലല്ല, റേഡിയസിന്റെ ഈ പോയിന്റിന്റെ അവിടെയാണ് നമുക്ക് എന്ത് കിട്ടാൻ? 90 ഡിഗ്രി ആംഗിൾ കിട്ടണ്ടേ. അപ്പൊ ഇവിടെ വെക്കുക. പ്രൊട്രാക്ടർ വെച്ചിട്ട് നമുക്ക് 90 ഡിഗ്രി മാർക്ക് ചെയ്യാം. 90 ഡിഗ്രി എവിടെയാ? ഇവിടെയാണ്. ഇവിടെ മാർക്ക് ചെയ്തു. അങ്ങോട്ടേക്ക് വരയ്ക്കാം. നീട്ടി വരച്ചോ, ബാക്കി വരണത് മാച്ച് കളഞ്ഞാൽ മതി. ഇതേ സെയിം ഇവിടെയും നമുക്ക് എത്ര ഡിഗ്രി വേണം? 90 ഡിഗ്രി വേണം. എപ്പോഴും ഈ അറ്റത്താണ് നമുക്ക് ആംഗിൾ വരുന്നത്. ആംഗിള് ഇവിടെയും ഈ റേഡിയസും ഇവിടത്തെ ടാൻജന്റും തമ്മിലാണ് 90 ഡിഗ്രി. അപ്പൊ ഇവിടെ സെന്റർ വയ്ക്കുക, 90 ഡിഗ്രി അടയാളപ്പെടുത്താം. 90 ഡിഗ്രി ഇവിടെ ആയിട്ട് വരും. അപ്പോൾ ഈ പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യാം. ഈ സെയിം മെത്തേഡ് ഇവിടെ ഉപയോഗിക്കുക. ഈ ഡയമീറ്റർ, ഈ റേഡിയസിന്റെ ഈ പോയിന്റിൽ നമുക്ക് 90 ഡിഗ്രി കിട്ടണം. ഇവിടെയും നമുക്ക് എന്ത് കിട്ടണം? ആദ്യം ഈ രണ്ട് പോയിന്റ് തമ്മിൽ
ജോയിൻ ചെയ്യാം. ഇനി ഈ 2 പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യാം. ഈ ലൈൻ കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കാം. ഈ കിട്ടിയത് എന്താ? ഇതാണ് റോംബസ്. മനസ്സിലായ? അപ്പൊ ഇവിടെ നമുക്ക് എത്ര ഡിഗ്രി വേണം? 40 ഡിഗ്രി വേണം ആംഗിള്. 40 ഡിഗ്രി ആംഗിൾ ഉണ്ട്. ഇവിടെയും നമുക്ക് എത്രയാ? 40 ഡിഗ്രിയാണ് ആംഗിള് വേണ്ടത്. ഇവിടെ 40 ഡിഗ്രി ആംഗിള് കിട്ടി. അങ്ങനെ 40 ഡിഗ്രി ആംഗിൾ ആയിട്ടുള്ള റോംബസ്. ഇതിന്റെ സൈഡ് നോക്കാം നമുക്ക്. 6.3 എന്ന് തോന്നുന്നു. 6.3. ഇവിടെയും 6.3 തന്നെ. അങ്ങനെ 4 സൈഡും ഒരേ ലെങ്ത് ആയിട്ടുള്ള ഓപ്പോസിറ്റ് ആംഗിൾസ് 40 ഡിഗ്രി ആയിട്ടുള്ള ഒരു റോംബസ്. റോംബസിന്റെ സൈഡുകൾ എന്താണ്? സർക്കിളിന്റെ ടാൻജൻസ് ആയിട്ട് വന്നിരിക്കുന്നത്. സർക്കിള് 4 സെന്റിമീറ്റർ ഡയമീറ്റർ ഉള്ള സർക്കിള്. അപ്പൊ ഇതാണ് വരച്ചത്.